ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ, നമ്മുടെ കട്ടനൊക്കെ വരുമ്പോൾ അതുമേൽ ഇടുന്ന ആ കട്ടൻ ഹോൾഡർ ഇല്ലേ, അതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഷവർ കട്ടനൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി മേടിക്കുമ്പോൾ ഇതേപോലത്തെ ഹോൾഡേഴ്സും നമുക്ക് കൂടെ കിട്ടും. അപ്പോൾ കുറേ എണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ബാംഗിൾസ് ഉണ്ടല്ലോ പഴയതൊക്കെ, അപ്പോൾ അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ കട്ടൻ ഹോൾഡർ ഉള്ളതുകൊണ്ട് അതെടുത്തു. പിന്നെ അതാ 2 ക്യാപ്പും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 സൈസിലാണ് ക്യാപ്പ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നതെന്ന് ഇവിടെ നോക്കാം. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഒരു ക്യാപ്പ് എടുത്തിട്ട് അതിലിതാ ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ ഹോൾഡർ ഉണ്ടല്ലോ ഇതാ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹോൾഡർ ഓവൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ അതിൻ്റെ ഡിസൈൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ റൗണ്ട് ആണെങ്കിൽ ഒന്നും നോക്കാനൊന്നുമില്ല, ഇതാ കണ്ടോ. ഇത് ഇതേപോലെ ആയതുകൊണ്ട് കണ്ടോ, ഒരെണ്ണം വേർട്ടിക്കലിയും ഒരെണ്ണം ഹൊറിസോണ്ടലിയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. റൗണ്ട് ആണെങ്കിൽ ജസ്റ്റ് അങ്ങ് മുകളിലേക്കും, അതായത് സ്ട്രെയിറ്റ് ആയിട്ടും പിന്നെ റൗണ്ടായിട്ടും അങ്ങനെ ഒട്ടിച്ചങ്ങ് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതൊന്ന് ഒട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടി വരും ഓരോ ഭാഗങ്ങളും കഴിഞ്ഞിട്ട്. അതൊന്ന് സ്റ്റിക്ക് ആയതിനു ശേഷം മാത്രം അടുത്തെടുക്കാം കേട്ടോ. ഗ്ലൂ ഗൺ ആയാലും അത് ഉണങ്ങുന്ന വരെ ഒന്ന് പിടിച്ച് നിൽക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 പീസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒന്ന് തന്നെ കൊടുത്താൽ മതിയായിരുന്നു, അതായിരുന്നു കുറച്ചുകൂടെ ഭംഗി തോന്നി കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ 2 എണ്ണം കൊടുക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഞാൻ ഹോം സെൻറ്ററിൽ പോയപ്പോൾ അവിടെ കണ്ട ഒരു ഡെക്കോർ പീസിൻ്റെ ഒരു എന്താ പറയുക, കോപ്പി വേർഷനാണ് കേട്ടോ. അവിടെ ഒരു ഡെക്കോർ പീസ് കണ്ടു, ഇതേപോലത്തെ ഷേപ്പ് തന്നെയായിരുന്നു, ഓവലൊക്കെ തന്നെയായിരുന്നു അത്. അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ കയ്യിലുണ്ടല്ലോ വെച്ചിട്ട് അങ്ങനെ ഞാൻ ട്രൈ ചെയ്തൊരു സംഭവമാണ് കേട്ടോ അത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുക. നന്നായി ഉണങ്ങിയതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലും കൂടെ ഞാൻ എന്താ ഒരു എണ്ണം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും സൈസും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതും ഇതേപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, കണ്ടോ. അപ്പോൾ ഇതേപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് മാറ്റം വന്നില്ലേ, മറ്റേ സൈഡ് തിരിച്ചൊട്ടിക്കേണ്ടതായിരുന്നു. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിൽ നമ്മൾ ഈ ഒരു ക്യാപ്പും കൂടെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഉണങ്ങിയതിന് ശേഷം നന്നായിട്ട് ഉണക്കിയെടുക്കുക കേട്ടോ, ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ ഇത് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് ഇതേപോലെ ഒട്ടി വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോഡലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി ഞാനിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. സ്പ്രേ പെയിൻ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, പെട്ടെന്ന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ലുക്കിലാണ് വരുന്നത്. ഇതിന് എന്തിനാ യൂസ് ചെയ്യാമെന്ന് കൂടെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അവിടെ 2 സൈസിൽ അത് ഡെക്കോർ പീസായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇതുപോലെ ഡെക്കോർ പീസായിട്ട് ടേബിളിൽ വെച്ചിട്ട് നമ്മളുടെ ക്യാൻഡിൽ ഹോൾഡർ കണ്ടോ, ക്യാൻഡിൽസ് ഇതിൽ ഇതേപോലെ വെച്ചിട്ട് ക്യാൻഡിൽ ലൈറ്റ് ചെയ്യുന്ന ക്യാൻഡിൽ ഹോൾഡർ ആയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് റമദാനും ഈസ്റ്ററൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഏത് ആഘോഷങ്ങൾക്കും ഇനിയിപ്പോൾ അതൊന്നും അല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ ക്യാൻഡിൽ കത്തിച്ച് വയ്ക്കുമ്പോൾ ഇതേപോലെ ക്യാൻഡിൽ ഹോൾഡർ ആയിട്ടും വെക്കാം കേട്ടോ. അതല്ലെങ്കിൽ വേറൊരു പോലെ ഡെക്കോർ ചെയ്ത് വെച്ചിരുന്നു ഹോം സെൻറ്ററിൽ, ഇതേപോലത്തെ ഒരു ഡെക്കോർ പീസ് വെച്ചു കേട്ടോ. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മളിതിന് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അല്ല, വേറൊരു പാറ്റേണിലുള്ള വീഡിയോ ആണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇത് ക്ലേ കൊണ്ട് ചെയ്തെടുത്താണ് കേട്ടോ, കുറേ നാളുകൾക്ക് മുന്നേ ചെയ്തെടുത്താണ്. നമ്മുടെ ചന്ദനത്തിരി വേണമെങ്കിൽ ഹോൾഡറായിട്ട് യൂസ് ചെയ്യാന്നുള്ള പോലെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇതുപോലൊരു സംഭവം നമുക്ക് ചെയ്തിട്ട് നമ്മുടെ ചന്ദനത്തിരി ഉണ്ടല്ലോ അത് കുത്തി കൊടുത്തിട്ടായാലും നമുക്ക് ഇതേപോലെ ഡെക്കോർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയണം, ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ വീഡിയോ ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ്, എല്ലാവർക്കും ഇഷ്ടമായോ? ഈ ഡെക്കോർ പീസ് കൂടെ വെക്കുമ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡെക്കോറായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബോട്ടിലിൻ്റെ ആവശ്യമില്ല. അവിടെ ഈ ഒരു ഡെക്കോർ ഉണ്ടല്ലോ അത് മാത്രം അങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ലാസ്റ്റ്. അപ്പോൾ ആ ഒരു ബോട്ടിൽ പീസ് ആവശ്യമില്ല. പക്ഷേ ഇത് നമ്മൾ മൾട്ടി യൂസിങ് ആൻഡ് യൂസ് ചെയ്തതുകൊണ്ടാണ് നമ്മളവിടെ ക്യാപ്പും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരു ആൻറ്റിക് ലുക്കൊക്കെ ഉണ്ടല്ലേ, നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടമായിട്ട് ഫൈനൽ ലുക്ക്. അപ്പോൾ വീണ്ടും വരാം.